നമസ്കാരം. എല്ലാവർക്കും ഉദയ കോളേജ് മേപ്പയൂർ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന हिंदी ऑनलाइन क्लासुകളിലേക്ക് स्वागतम। प्रिय बच्चों, पिछले क्लास में हम चर्चा कर रहे थे पुल बनी थी माम नामक कविता के बारे में, और आज मैं आया हूँ एक नया पाठ को लेकर। वो एक पढ़कथा है, नाम है टीवी। प्रिय विद्यार्थिകൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പുൽ ബനി തീ മാം എന്ന കവിതയെക്കുറിച്ചാണ്. ഇന്ന് ഒരു പുതിയ പാഠവുമായി ഞാൻ എത്തുകയാണ്. പാഠത്തിൻ്റെ പേര് ടി വി എന്നാണ്. അതൊരു പടുക്കഥയാണ്. ഈ പടുക്കഥ ക്യാ ഹോത്താ ഹൈ? എന്താണ് പടുക്കഥ എന്ന് പറഞ്ഞാൽ? പടുക്കഥ തിരക്കഥ എന്നാണ് അതിൻ്റെ മലയാളം. പടുക്കഥ ക്യാ ഹോത്താ ഹൈ എന്നൊരു ചോദ്യമൊന്നും നമുക്ക് സാധാരണ പരീക്ഷയിൽ വരാറില്ല. എന്നാൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, പടുക്കഥ കഹാനിക്ക് ഏക് അലഗ് വിധ ഹൈ. കഥയുടെ മറ്റൊരു രൂപമാണ് പടുക്കഥ. ജോ സിനിമ കെ ലിയെ ബനായ ജാതി. സിനിമയ്ക്ക് വേണ്ടി എഴുതി തയ്യാറാക്കുന്ന കഥയുടെ മറ്റൊരു രൂപമാണ് പടുക്കഥ. ഇസ്മേ ദൃശ്യ, പാത്ര, സംവാദ, വേഷഭൂഷ ആദിക്ക് മുഖ്യത ഹോ ജാതി. ഈ പടുക്കഥയിൽ കഥയെ അപേക്ഷിച്ച് ദൃശ്യങ്ങൾക്ക്, വേഷഭൂഷാദികൾക്ക്, കഥാപാത്രങ്ങൾക്ക് ഒക്കെയാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എങ്ങനെയാണ് ഒരു പടുക്കഥ തയ്യാറാക്കുക എന്നൊരു ചോദ്യം നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കഥയിലെയോ അല്ലെങ്കിൽ ഒരു ലേഖനത്തിലെയോ ഒരു ഭാഗം തന്നിട്ട് നമ്മളോട് ഖണ്ഡ് കെ ആധാർ പർ പടുക്കഥ തയ്യാർ കരേ എന്ന് പറഞ്ഞേക്കാം. ഖണ്ഡിക ആധാരമാക്കിയിട്ട് അല്ലെങ്കിൽ പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു തിരക്കഥ, ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പറയാം. ഒന്ന്, പടുക്കഥ തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ സീൻ നമ്പർ ഇടുക എന്നുള്ളതാണ്. സീൻ എന്നത് ഒരു ഇംഗ്ലീഷ് വാക്കാണ്, പകരം ഹിന്ദിയിൽ എഴുതേണ്ടത് ദൃശ്യ എന്നാണ്. ദൃശ്യ ഏക് എന്ന് നമ്മൾ എഴുതി വെക്കുന്നു, സീൻ നമ്പർ 1. അടുത്തത് സ്ഥാൻ. സ്ഥാൻ എന്ന് പറഞ്ഞാൽ ഈ കഥ നടക്കുന്ന സ്ഥലം സൂചിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കഥ നടക്കുന്നത് ഒരു ഗ്രാമത്തിലാണെങ്കിൽ ഗാവ്, ഗ്രാമത്തിലെ സ്കൂളാണെങ്കിൽ ഗാവ് കാ സ്കൂൾ, ഗോബു കെ ഗർ, അങ്ങനെയൊക്കെ പറയാം. സ്ഥാൻ കഴിഞ്ഞാൽ അടുത്തത് സമയം, കഥ നടക്കുന്ന സമയം. നേരെ നമ്മൾ ക്ലോക്കിലെ ഒരു സമയം സൂചിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ആദ്യം രാത്രിയാണോ പകലാണോ എന്ന് സൂചിപ്പിക്കുന്നു. രാത്രിയാണെങ്കിൽ രാത് കാ സമയം, പകലാണെങ്കിൽ ദിൻ കാ സമയം. അതിനുശേഷം നമ്മൾ സബരെ 8 ബജെ അല്ലെങ്കിൽ ദുപഹർ 2 ബജെ, രാത് കെ 9 ബജെ, രാത്രി 9 മണി, രാവിലെ 8 മണി എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നു. സ്ഥാൻ സമയം കഴിഞ്ഞാൽ അടുത്തത് പാത്രമാണ്. പാത്രം എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങൾ. നമുക്ക് തയ്യാറാക്കാനുള്ള ഭാഗത്തുള്ള കഥാപാത്രങ്ങളുടെ പേരെഴുതി വയ്ക്കുന്നു. അതിനുശേഷം വേഷഭൂഷ. ഓരോ കഥാപാത്രങ്ങളുടെയും വേഷഭൂഷാദികളാണ് നമ്മളിവിടെ എഴുതി വെക്കുന്നത്. വേഷഭൂഷ കഴിഞ്ഞാൽ ദൃശ്യ വിവരം. ആ കഥാസന്ദർഭത്തിൽ നമുക്ക് പടുക്കഥ തയ്യാറാക്കാനുള്ള ആ ഭാഗത്ത് എന്തൊക്കെയാണോ സൂചിപ്പിക്കേണ്ടത് അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം. ഇത്രയും ചെയ്തതിന് ശേഷം, അതായത് സീൻ നമ്പർ ഇട്ടു, സ്ഥാൻ പറഞ്ഞു, സമയം പറഞ്ഞു, പാത്ര പറഞ്ഞു, വേഷഭൂഷ പറഞ്ഞു, അതിനുശേഷം കഥാപാത്രങ്ങൾക്കിടയിൽ നടക്കുന്ന സംവാദം, അതായത് സംഭാഷണ ഭാഗങ്ങൾ കൂടി എഴുതി വയ്ക്കുന്നു. ഇത്രയും ആകുമ്പോഴാണ് ഒരു പടുക്കഥയാവുന്നത്. പടുക്കഥയ്ക്ക് 4 മാർക്കാണ്, ഓർമ്മിച്ച് വെക്കണം. എങ്ങനെയാണ് ഒരു പടുക്കഥ തയ്യാറാക്കേണ്ടത്? ഒരു പടുക്കഥ തയ്യാറാക്കേണ്ട സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ടി വി എന്ന പടുക്കഥയെക്കുറിച്ച് ഞാൻ പറയാം. ടി വി ഏക് ചോട്ടി സി കഹാനി ഹെ ജിസ്കി രചന വരുൺ ഗ്രോവറിനെ കിയാ ഹെ. ടി വി എന്നത് ഒരു ചെറിയ കഥയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ കഥയുടെ തിരക്കഥയാണ്. അത് എഴുതിയത് വരുൺ ഗ്രോവറാണ്. വരുൺ ഗ്രോവർ കാ ജന്മ ഹിമാചൽ പ്രദേശ് മേ ഹുവാ താ. അദ്ദേഹം ജനിച്ചത് ഹിമാചൽ പ്രദേശിലാണ്. 1980 മേ വേ പൈദാ ഹുയെ. 1980 അദ്ദേഹം ജനിച്ചത്. ഹിന്ദി സിനിമ കെ ക്ഷേത്ര മേ വേ ബഹുത് പ്രസിദ്ധ ഹെ. ഹിന്ദി സിനിമാ മേഖലയിൽ, ഹിന്ദി സിനിമാ രംഗത്ത് അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു. അപ്പോൾ വരുൺ ഗ്രോവറിനെ പറ്റി പറഞ്ഞത് ഹിമാചൽ പ്രദേശിലാണ് ജനിച്ചത്. ഹിന്ദി സിനിമാ മേഖലയിൽ അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. 1980 ജനിച്ചത്. സിനിമാ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ
പ്രതിഭ തെളിയിച്ചത് പല മേഖലകളിലൂടെയാണ്. വേക്ക് കഹാനിക്കാർ थे, ഒരു കഥാകൃത്താണ്. പടുക്കഥാകാർ ഹെ, ഒരു തിരക്കഥാകൃത്താണ്. ഗീത്ഗാർ ഹെ और നിർദ്ദേശക് ഭി ഹെ, ഒരു ഗീത്ഗാർ ഒരു ഗാനരചയിതാവും അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു സംവിധായകനും കൂടി ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള പടുക്കഥയുടെ അല്ലെങ്കിൽ ടി വിയുടെ സാമൂഹിക പശ്ചാത്തലമാണ് ഇനി പറയുന്നത്. ये पटकथा उस ज़माने की बात करती है जब टीवी हमारे देश में उतना प्रचलित नहीं था. നമ്മുടെ നാട്ടിൽ ടി വി അത്ര പ്രചാരത്തിലില്ലാതിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ പടുക്കഥ പറയുന്നത്. पहले लोग रेडियो में गाना सुनते थे, नाटक सुनते थे, समाचार सुनते थे. तो टीवी का आविष्कार हुआ. लोग हैरान हो गए, ये कैसी चीज़ है, क्या जादू है, लोग सोचने लगे. ആദ്യകാലത്ത് ആളുകൾ റേഡിയോമേ ഗാന സുനത്തെ थे, നാടക സുനത്തെ थे और समाचार सुनते थे. റേഡിയോയിൽ പാട്ടുകൾ കേട്ടു, നാടകങ്ങൾ കേട്ടു, വാർത്തകൾ കേട്ട് പഴകിയ ഒരു സമൂഹം. ടി വി കാ ആവിഷ്കാർ ഹുവാ തോ ഹൈരാൻ ഹോ ഗയി. ടി വി കണ്ടെത്തിയ ആ സമയത്ത് അല്ലെങ്കിൽ ടി വി കണ്ടുപിടിച്ചത് അറിഞ്ഞ സമയത്ത് ആളുകൾ ആശ്ചര്യപ്പെട്ടു. കൈസി ചീസ് ഹേ, ഇതെന്താണ് ഒരു സാധനം. एक छोटी सी पेटी से दृश्य और आवाज़ एक साथ. ഒരു ചെറിയ പെട്ടിയിൽ നിന്ന് ഈ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ശബ്ദവും ഒക്കെ ഒരുമിച്ച് വരുന്നത് കണ്ടപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാനായില്ല. യഹാം ഹമാരെ ഇസ് പടുക്കഥാ മേ തീൻ ബച്ചെ ഗോബു, ചുന്നി, ലല്ലു അല്ലേ. ഇവിടെ നമ്മുടെ ഈ പടുക്കഥയിൽ 3 കുട്ടികൾ ഗോബുവും ചുന്നിയും ലല്ലുവും ടി വി ദേഖ്നെ കെ ലിയെ, ടി വി കാണാൻ വേണ്ടിയിട്ട് अपने गाँव से दूसरे गाँव जा रहे हैं. തങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുകയാണ്. ഫിർ ക്യാ ഹുവ, പിന്നെ എന്താണ് സംഭവിച്ചത്? നമുക്ക് ടെക്സ്റ്റിലേക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റൊക്കെ എടുക്കുക, റെഡിയായി നിൽക്കുക, എന്നിട്ട് ടെക്സ്റ്റിലേക്ക് നോക്കുക. നമ്മൾ തുടങ്ങുകയാണ്. സീൻ നമ്പർ 1 ഓർമ്മിക്കുക. ചെയ്യുന്ന സമയത്ത് ദൃശ്യ ഏക് എന്നാണ് ഹിന്ദിയിൽ പറയുക. ദൃശ്യ ഏക്. ഗോബു കെ ഗർ കെ ബാഹർ കെ കച്ചി സടക്, दोपहर के 2 बजे. ഗോബു കെ ഗർ കെ ബാഹർ കി കച്ചി സടക്. ഗോബുവിൻ്റെ വീടിന് ബാഹർ കെ കച്ചി സടക്. സടക് നമുക്കെല്ലാവർക്കും അറിയുന്ന വാക്കാണ്, റോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. കച്ചി സടക് എന്ന് പറഞ്ഞാലോ താറ് ചെയ്യാത്ത റോഡ്, ചെമ്മൺ റോഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഗോബുവിൻ്റെ വീടിന് പുറത്തുള്ള കച്ചി സടക്. ദുപ്പഹർ കെ 2 ബജെ ഹെ, സമയം ദുപ്പഹർ കെ 2 ബജെ, ഉച്ചയ്ക്ക് 2 ബജെ ഹെ, 2 മണിയാണ് സമയം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പടുക്കഥ തയ്യാറാക്കുന്ന സമയത്ത് സ്ഥലം പറയണം, സമയവും പറയണം. സ്ഥലവും പറഞ്ഞു, സമയവും പറഞ്ഞു. ഇനി പഹാടി ഇലാക്ക. ഒരു പഹാടി ഇലാക്ക. പഹാഡ് എന്ന വാക്ക് നമുക്ക് വളരെ പരിചിതമാണ്. ഹിമാലയ പഹാഡ്, ഹിമാലയ, യെസ്, ഹിമാലയ പർവ്വതം അല്ലേ. അപ്പോൾ ഹിമാലയ പഹാഡ് എന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വതം. അപ്പോൾ പഹാടി എന്ന് പറഞ്ഞാലോ പർവ്വതീയമായ ഒരു ഇലാക്ക, ഒരു പ്രദേശമാണ് അല്ലേ. ഒരു പർവ്വത പ്രദേശം, ഒരു മലം പ്രദേശമാണ്. ദൂർ ദൂർ തക്ക ഫൈലെ പഹാഡ് ദിഖ് രഹേ ഹെ. നോക്കുന്ന സമയത്ത് ദൂർ ദൂർ തക്ക, അങ്ങ് അകലെ വരെ വ്യാപിച്ച് കിടക്കുന്ന പഹാഡ് ദിഖ് രഹേ ഹെ, പർവ്വതങ്ങൾ, മലകൾ കാണാവുന്നതാണ്. കരീബൻ 8-10 സാൽ കെ 3 ബച്ചെ. കരീബൻ എന്ന് പറഞ്ഞാൽ ലഗ് ബഗ്, ഏതാണ്ട് 8-10 സാൽ കെ, 8-10 വയസ്സായ 3 ബച്ചെ, 3 ബച്ചെ, ബച്ചെ കുട്ടികൾ, 3 കുട്ടികൾ. ഗോബു, ചുന്നി, ലല്ലു. ആ 3 കുട്ടികൾ ആരൊക്കെയാണ്? ഗോബുവും ചുന്നിയും ലല്ലുവാണ്. വേ കച്ചെ രാസ്തേ പറ ഖടേ ഹെ. അവർ ആ ചെമ്മൺ പാതയിൽ, താറിടാത്ത റോഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഗോബു ദേഖ്നെ സെ ഹി ബാക്കി ദോനോ മേ ഹാവി ലഗ്താ ഹെ. ഗോബുവിനെ കണ്ടാൽ അറിയാം, ഓ ബാക്കി ദോനോ സെ, മറ്റ് 2 പേരെ അപേക്ഷിച്ച്, അതായത് ലല്ലുവിനെയും ചുന്നിയെയും അപേക്ഷിച്ച് ഗോബു ഹാവി ലഗ്താ ഹെ. ഗോബു അല്പം കൂടി മുതിർന്ന ആളാണ്, അല്ലെങ്കിൽ ഗോബു ആണ് ഈ സംഘത്തിൻ്റെ നേതാവ്. वो ज़मीन पर चुका है और कुछ उठाने की कोशिश कर रहा है. അവനിങ്ങനെ ജമീൻ, ജമീൻ ധർത്തി, പൃഥ്വി, ഭൂമി അല്ലേ. അപ്പോൾ അവനിങ്ങനെ ഭൂമിയിലേക്ക്, നിലത്തേക്ക് കുനിഞ്ഞു നിൽക്കുകയാണ്. और ज़मीन से कुछ उठाने की कोशिश कर रहा है. നിലത്ത് നിന്ന് അവൻ എന്തോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അല്ലേ ഉസ്കെ ഹാത്ത് മേ ഏക്ക് മക്കോട ഹെ അവൻ്റെ കയ്യിൽ ഒരു മക്കോടയുണ്ട് മക്കോട കീട ഒരു ചെറിയ പുഴുവാണ് ഗോപു ചുന്നിക്കോ മക്കോട പകടാത്തെ ഹുയെ ഗോപു പറയാണ് ചുന്നിയെ ഈ മക്കോട പിടിപ്പിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ ആ പുഴുവിനെ ചുന്നിയെ കൊണ്ട് പിടിപ്പിച്ചുകൊണ്ട് പറയാം യേ ലേ തേരാ പ്യാരാ മക്കോട യഹില്ലേ ഇതാ പിടിച്ചോ തേരാ പ്യാരാ മക്കോട നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിൻ്റെ ഈ പുഴുവിനെ പിടിച്ചു അല്ലേ ഓർ കസം ഖാവോ അല്ലേ അബ് ഖാ ഇസ്കി കസം അബ് ഖാ ഇസ്കി കസം ഇപ്പോൾ നീ നിൻ്റെ ഈ പ്രിയപ്പെട്ട പുഴുവിനെ തൊട്ട് കസം ഖാന പ്രതിജ്ഞ കർണ എന്നാണ് അർത്ഥം ഇതിനെ തൊട്ട് നീ പ്രതിജ്ഞ ചെയ്യണം ചുന്നി മുസ്കുരാത്തെ ഹുയെ മക്കോട പകഡ്കർ ചുന്നി ഒരു പുഞ്ചിരിയോടെ ആ പുഴുവിനെ പിടിച്ചുകൊണ്ട് ചോദിക്കുക അരെ കൈസേ ഖാനി ഹേ എങ്ങനെയാണ് പ്രതിജ്ഞ ചെയ്യേണ്ടത് ഗോപു പറയാ ജൈസേ സ്കൂൾ മേ മാസ്റ്റർ ജി ബുൽവാത്തെ ഹേ ജൈസേ സ്കൂൾ മേ മാസ്റ്റർ ജി ബുൽവാത്തെ ഹേ എപ്രകാരമാണോ നമ്മളെ കൊണ്ട് സ്കൂളിൽ നിന്ന് മാസ്റ്റർ ജി പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നതോ അതുപോലെ പറഞ്ഞാൽ മതി ബോൽ പറ ഞാൻ പറയുന്നത് പോലെ പറ കി മേ കസം ഖാത്തി ഹും ഞാനിതാ സത്യം ചെയ്യുന്നു ഗോപു പറയുന്നത് കേട്ട് ചുന്നി ഏറ്റുപറയാണ് कि मैं कसम खाती हूँ कि हम चुपके से दूसरे गांव जाएंगे നമ്മൾ ചുപ്കെ സെ കിസി സെ ബത്തായേ ബിനാ ആരോടും പറയാതെ ഹം ദൂസരെ ഗാവ് ജായെങ്കിൽ നമ്മൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോകും ഓർ ചുപ്കെ സെ ടി വി ദേഖ് കർ ആയെങ്കിൽ നമ്മൾ ആരോടും പറയാണ്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പോകും ഗോപു പിന്നെയും പറയാണ് कि हम चुपके से टीवी देख कर आएंगे നമ്മൾ ആരും അറിയാതെ ടി വി ദേഖ് കർ ആയെങ്കിൽ ടി വി കണ്ടിട്ട് തിരിച്ചു വരും ചുന്നി ഹസി രോക്തേ ഹുയി ചുന്നി എന്താണ് ഹസി ചിരിയാണ് അല്ലേ ഹസി രോക്തേ ഹുയി ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവൾ പറയാം ഹം ചുപ്കെ സെ ടി വി ദേഖ് കർ ആയെങ്കിൽ ഗോപു പിന്നെയും പറയുന്നു യേ ബാത്ത് ഹം കിസി കോ നഹി പതായെങ്കിൽ യഹ് ബാത്ത് അല്ലേ നമ്മൾ ഈ ടി വി കാണാൻ പോകുന്ന യഹ് ബാത്ത് ഈ കാര്യം ഹം കിസി കോ നഹി ബത്തായെങ്കിൽ നമ്മൾ ആരോടും നഹി ബത്തായെങ്കിൽ ആരോടും പറയുകയില്ല മാം കോ ബി നഹി ബത്തായെങ്കിൽ അമ്മയോട് പോലും പറയുകയില്ല അപ്പോൾ അതുവരെ ചുന്നിയും ഗോപുവും പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ട് ഒരാൾ കൂടി അടുത്ത് നിൽക്കുന്നുണ്ട് ആരായിരുന്നു അത് യെസ് ലല്ലു അല്ലേ അപ്പോൾ ലല്ലു പറയാണ് മാ കോ കൈസെ ബത്തായെങ്കിൽ മാ തോ സോ രഹി ഹേ മാ തോ കൈസ് അല്ലേ മാ കോ കൈസെ ബത്തായെങ്കിൽ അമ്മയോട് എങ്ങനെയാ പറയുക മാ തോ സോ രഹി ഹേ അമ്മ ഉറങ്ങുകയല്ലേ എങ്ങനെയാ പറയുക ഗോപു പറയാ ഹാ മാത്തോ സോരഹി ഹേ അതേ അമ്മ ഉറങ്ങുകയാണ് അമ്മേനോട് പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ അമ്മയോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ മാത്തോ സോരഹി ഹേ അപ്പോൾ മക്കോട രക്തേ ചുന്നിയോടാ പറഞ്ഞു ചുന്നിയുടെ കയ്യിൽ ഒരു മക്കോട ഉണ്ട് അല്ലേ ഒരു പുഴുണ്ട് അതിനെ രക്തേ അവിടെ വെച്ചേക്കും ചുന്നി മക്കോട രക്തെത്തി ഹേ ചുന്നി ആ മക്കോടെ അവിടെ വെച്ചേക്കുന്നു ഓർ ഹാത്ത് ജാഡ്ത്തി ഹേ കൈകൾ ഇങ്ങനെ ജാഡ്ത്തി ഹേ കൈ തുടയ്ക്കുന്നു ഗോപു ആകെ ബഡ്ത്തെ ഹുയി ഗോപു മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ട് പറയാം തോ ഫിർ ചലോ എന്നാൽ പിന്നെ നടക്കാം എങ്ങോട്ടേക്കാണ് അവർ പോകുന്നത് ദൂസരെ ഗാവ് കെ ഓർ അല്ലേ അടുത്ത ഗ്രാമത്തിലേക്കാണ് പോകുന്നത് ക്യോൻ ജാ രഹേ ഹേ എന്തിനാണ് അവർ പോകുന്നത് ടി വി ദേഖ്നേക്ക് ലിയേ സീൻ ഒന്ന് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ സീനാണ് പറയാണ് പഹാഡ് കി പഗഡണ്ടി ദുപഹർ കെ 3 ബജെ പഹാഡ് കെ പകിടണ്ടി പർവ്വതത്തിലെ ഒരു പകിടണ്ടി ഒരു പാത ഫുട്പാത്ത് എന്നൊക്കെ പറയാം ആ പർവ്വതത്തിലുള്ള ആ മലയിലേക്ക് അല്ലേ പോകുന്ന ഒരു പാതയാണ് ദുപഹർ കെ 3 ബജെ ഹേ സമയം ഉച്ചയ്ക്ക് 3 മണിയാണ് ബച്ചെ ബഡി മെഹനത് സെ പകിടണ്ടി ചढ़ രഹേ ഹേ കുട്ടികൾ ബഡി മെഹനത് സെ വളരെ അധ്വാനിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് അവരെന്താക്കിക്കൊണ്ടിരിക്കുകയാണ് പകിടണ്ടി ചढ़ രഹി ഹേ അവർ ആ പാത ഇങ്ങനെ കയറി ഇങ്ങനെ പോവുകയാണ് സാമനെ വാലെ ഏക് ചോട്ടി പറ ടി വി ടവർ ദിഖ് രഹേ ഹേ മുന്നിലുള്ള ഒരു പർവ്വതത്തിൻ്റെ ചോട്ടി പറ മുകളിലായിട്ട് ഏക് ടി വി ടവർ ഒരു വലിയ അല്ലേ ആ മലയ്ക്ക് മുകളിലായിട്ട് ടി വി ടവർ ദിഖ് രഹേ ഹേ ടി വി ടവർ കാണുന്നു നമ്മൾ മൊബൈൽ ടവറൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ ഇവിടെ ടി വി ടവർ വരുന്നുണ്ട് ടി വി ടവർ എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് ഒരു പുതിയ അറിവായിരിക്കാം അതുപോലെ ആൻറ്റിന പണ്ട് ആൻറ്റിന വെക്കാറുണ്ടായിരുന്നു ടി വിക്ക് സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് വീട്ടിലാണോ ടി വി ഉള്ളത് ആ വീടിൻ്റെ മുകളിൽ ഒരു ആൻറ്റിന കാണാറുണ്ടായിരുന്നു
ഇപ്പോൾ നമുക്ക് ഈ ആൻറ്റീനയൊന്നുമില്ല, പകരം ഡിഷ് ടി വി ആയി, സെറ്റ് ടോപ്പ് ബോക്സായി ഒക്കെയാണ്. എന്തായാലും ഗോപു ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത്, ചുന്നിയും ഗോപുവും ലല്ലുവും ഒക്കെ ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് അവിടെ ഒരു കുന്നിൻ മുകളിലായിട്ട് ഒരു ടി വി ടവർ കാണുന്നു. ഗോപു പറയാം, ദേഖാ വഹി ജോ ടവർ ഹെ ജിസ്സെ ടി വി ആത്താ ഹെ. കണ്ടോ, അതാണ് ആ ടവർ, ജിസ്സെ ടി വി ആത്താ ഹെ. അതിൽ നിന്നാണ് ഇത് വരുന്നത്, ടി വി ആത്താ ഹെ. ടി വി ആത്താ ഹെ, ടി വി വരുന്നത്, ടി വിൻ്റെ സിഗ്നലൊക്കെ വരുന്നത് ആ ടവറിൽ നിന്നാണ്. ലല്ലു പറയാണ്, ആത്താ കഹാ ഹെ, ആത്താ കഹാ ഹെ, കഹാം ആത്താ ഹെ, എവിടെ വരുന്നു? നമ്മളെ നാട്ടിലൊന്നും വരുന്നില്ലല്ലോ. ആത്താ ഹെ തോ ഹം ദൂസരെ ഗാവ് ക്യോം ജാത്തെ. വരുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തിനിങ്ങനെ അടുത്ത ഗ്രാമത്തിലേക്ക് പോകണം? ഗോപു ലല്ലുവിനെ കളിയാക്കിക്കൊണ്ട് പറയുക, ചുന്നി നോക്കൂ, ഈ ലല്ലു തോ എക്ദം ലല്ലു ഹെ. ഈ ലല്ലു ഉണ്ടല്ലോ, എക് ലല്ലു ഹെ. നമ്മൾ ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയും, പിന്നെ ആളൊരു ബുദ്ധുവാണ് കേട്ടോ, അല്ലേ? എന്താണ് ലല്ലു തോ എക്ദം ലല്ലു ഹെ. बाबा ने बताया था ना कि यही जो टावर है जिससे टीवी आता है, क्योंकि हमारे गांव पहाड़ के इस पार है, इसलिए हमारे में नहीं आते. ബാബാ ने बताया था ना, അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ചുന്നി, നിനക്ക് ഓർമ്മയില്ലേ? അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഈ ടവറിൽ നിന്നാണ് ദൂസരെ ഗാവ് മേ ടി വി ആത്താ ഹെ, അടുത്ത ഗ്രാമത്തിൽ ടി വി കിട്ടുന്നത്. ക്യോങ്കി ഹമാരെ ഗാവ് പഹാഡ് കെ ഇസ് തരഫ് ഹെ. നമ്മുടെ ഗ്രാമം ഈ കുന്നിൻ്റെ മലയുടെ ഈ ഭാഗത്തായിപ്പോയി, അല്ലേ? ഇങ്ങേ ഭാഗത്തായിപ്പോയി. അതുകൊണ്ടാണ് ഹമാരെ മേ ടി വി നെഹിയാത്തെ, നമ്മുടെ ഗ്രാമത്തിൽ എന്ത് വരാത്തത്? ടി വി വരാത്തത്. എന്തുകൊണ്ടാണ് ഗോപുവിൻ്റെ ഗ്രാമത്തിൽ ടി വി കിട്ടാത്തത്? ഗോപു കെ ഗാവ് മേ ടി വി നെഹി ആത്തെ ക്യോം എന്നൊരു ചോദ്യം ചോദിച്ചാലോ? ഗോപുവിൻ്റെ ഗ്രാമത്തിൽ ടി വി കിട്ടാത്തത്, ടി വി വരാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ എന്താ ഉത്തരം പറയുക? ക്യോങ്കി ടി വി കാ ടവർ പഹാഡ് കെ ഉസ് പാർ ഹെ. കാരണം ടി വിൻ്റെ ടവർ പർവ്വതത്തിൻ്റെ അങ്ങേ ഭാഗത്താണ്. ഓർ ഗോപു കെ ഗാവ് പഹാഡ് കെ ഇസ് തരഫ്, ഗോപുവിൻ്റെ ഗ്രാമം പർവ്വതത്തിൻ്റെ ഈ ഭാഗത്താണ്. ഇസ്ലിയെ ഗോപു കെ ഗാവ് മേ ടി വി നെഹി ആത്തെ. അതുകൊണ്ട് തന്നെ ഗോപുവിൻ്റെ ഗ്രാമത്തിൽ ടി വി നെഹി ആത്തെ, ടി വി വരാറില്ല. ചുന്നി പറയാണ്, मेरे बाबा ने भी टीवी का बक्सा और एंटीना खरीद लिया था. हमने एंटीना को सब तरफ घुमाया, लेकिन टीवी पकड़ा नहीं. ചുന്നി പറയാണ്, മേരെ ബാബേനെ വിലെ എന്താണ്? ഹാ മേരെ ബാബ എൻ്റെ അച്ഛനും ബക്സ ഓർ ആൻറ്റിന ഖരീദ് ലായ താ. ബക്സ പെട്ടി, എന്ത് പെട്ടിയാണ്? ടെലിവിഷൻ പെട്ടി, അല്ലേ? നമ്മൾ വിഡ്ഢിപ്പെട്ടി എന്നൊക്കെ വിളിച്ചു, അല്ലേ? ആദ്യകാലത്ത് ആളുകൾ അത്ഭുതപ്പെട്ടി എന്ന് മനസ്സിലാക്കിയ കാരണം ഒരേ സമയം ദൃശ്യം കാണാനും കേൾക്കാനും കഴിഞ്ഞ സമയത്ത് ആളുകൾ അതൊരു അത്ഭുതപ്പെട്ടിയായിട്ട് കണ്ടു. പിന്നെ നമ്മൾ അതിനെ വിഡ്ഢിപ്പെട്ടി എന്ന് വിളിച്ചു. ഇപ്പം അത് വിദ്യാപ്പെട്ടിയായി, കാരണം നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടി വിയിലൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ പറയുകയാണോ, മേരെ ബാബാനെ ബി ബക്സ ഓർ ആൻറ്റിന ഖരീദ് ലിയാ താ. എൻ്റെ അച്ഛനും ഈ ബോക്സും ആൻറ്റിനയും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഹംനെ ആൻറ്റിനാക്കോ സബ് തരഫ് ഘുമായ. ഞങ്ങൾ ഈ ആൻറ്റിന ഫിറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും തിരിച്ചു നോക്കി, ലേക്കിൻ ടി വി പക്കടാ നഹി. പക്ഷേ ടി വി കിട്ടിയില്ല, സിഗ്നൽ കിട്ടിയില്ല, പിക്ചർ കാണാൻ കഴിഞ്ഞില്ല. ഗോപു പറയാ, ഐസാ തൊടാ ഹി പകടേക്കാ, ക്യാ ചീസ് ഹെ ടി വി. ടി വി തോ ജാദു ഹെ, അല്ലേ? ടി വി തോ ജാദു ഹെ. ഗോപു പറയാ, ടി വി തോ ജാദു ഹെ. അതൊരു അത്ഭുതം തന്നെയാണ്, അതൊരു മാജിക്കാണ്. ടി വി എന്ന് പറഞ്ഞാൽ അതൊരു മാജിക്കാണ്. ഐസാത്തോടെ ഹി പകടേക്കാ, അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടൂല ടി വി. ക്യാ ചീസ് ഹെ ടി വി. എന്താ ടി വി എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ പറയാം, എന്താ ടി വി എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും കിട്ടുന്നൊരു സാധനമൊന്നും അല്ലാതെ, അല്ലേ? ഗോപു ടി വിക്ക് യാദോ മേ ഖോയാ ഹുവാ ആകെ ചൽ രഹാ ഹൈ. ഗോപു ടി വിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകിക്കൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ദോനും, മറ്റു രണ്ടുപേരും ഉസ്കെ പീച്ചെ ചൽ രഹാ ഹൈ. അവൻ്റെ പിന്നാലെ ഇങ്ങനെ ചൽ രഹേ ഹേ, നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഗോപു ഇങ്ങനെ ടി വി കണ്ടതിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ പിന്നാലെ ചുന്നിയും ലല്ലുവും പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഗോപു മുമ്പ് എവിടെ നിന്നോ ടി വി കണ്ടിട്ടുണ്ട്. ഗോപു കണ്ടത് മനോഹർ ചാച്ചയുടെ വീട്ടിൽ പോയിട്ടാണ് ടി വി കണ്ടത്.
അപ്പോൾ അടുത്ത ദൃശ്യം, അതായത് മൂന്നാമത്തെ ദൃശ്യം ഒരു ഫ്ലാഷ് ബാക്കാണ്. എന്താ ഈ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ? മുമ്പ് നടന്ന ഒരു കാര്യം ചിത്രീകരിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഫ്ലാഷ് ബാക്ക് എന്ന് പറയും. അപ്പോൾ മുമ്പ് ഗോപു ടി വി കണ്ട ആ കാര്യം നമ്മൾ മൂന്നാമത്തെ ദൃശ്യത്തിൽ പഠിക്കുകയാണ്. സീൻ നമ്പർ 3 അല്ലേ, ദൃശ്യ 3. മനോഹർ ചാച്ച കാ ഘർ, മനോഹർ ചാച്ചയുടെ വീട്. സുബഹ് കെ 8 ബജെ, രാവിലെ 8 മണിയാണ് സമയം. ടി വി पर 26 जनवरी की പരേഡ് ചൽ രഹാ ഹൈ. ടി വിയിൽ 26 ജനുവരി, ജനുവരി 26-ാം തീയതി അല്ലേ. എന്താ അതിൻ്റെ പ്രത്യേകത? റിപ്പബ്ലിക് ഡേ ആണ് അല്ലേ. അപ്പോൾ ടി വിയിൽ ജനുവരി 26-ൻ്റെ ആ പരേഡ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗോപു ഓർ ഉസ്കെ ബാബ, ഗോപുവും അവൻ്റെ അച്ഛനും ടക് ടക്കായി ടി വി ദേഖ് രഹേ ഹെ, ടി വിയിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇമ വെട്ടാതെ ടി വിയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഗോപുവോ അല്ലെങ്കിൽ അവൻ്റെ അച്ഛനോ ഇതിനു മുമ്പ് ടി വി കണ്ടിട്ടില്ല, ആദ്യമായിട്ട് ടി വി കാണാൻ അവർ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ടി വി മേ ജാങ്കിയാം ചൽ രഹി ഹെ ഓർ ഏക് കമൻട്രി ബി. ടി വിയിൽ ഒരു അല്ലേ എന്താണ് ഘോഷയാത്ര, ജാങ്കി ഘോഷയാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. പരേഡിൽ ഈ ഘോഷയാത്രകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഒരു കമൻട്രി ബി, ഒരു കമൻട്രിയും ടി വിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. കമൻട്രി നമുക്കറിയാം അല്ലേ, ഒരു ഫുട്ബോൾ മത്സരം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മത്സരം കാണുന്ന സമയത്തൊക്കെ നമ്മൾ കമൻട്രി കേൾക്കാറുണ്ട്. എന്താ ഈ കമൻട്രി എന്ന് പറഞ്ഞാൽ? ദൃക്സാക്ഷി വിവരണം. ഘോഷയാത്ര പോകുന്ന സമയത്തുള്ള ഒരു കമൻട്രിയും കേൾക്കാം. ടി വി സേ ആത്തി കമൻട്രി, ടി വിയിൽ നിന്ന് വരുന്ന കമൻട്രി. और ये है झांगी असम राज्य की, आगे आगे बहु नृत्य करती महिलाएं പറയാണ്. യേ ഹേ ജാങ്കി അസം രാജ്യക്ക്, ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അസം രാജ്യക്ക് ജാങ്കി ഹേ, അസ്സാമിൽ നിന്നുള്ള ജാങ്കി ഘോഷയാത്രയാണ്. ആകെ ആകെ നൃത്യകർത്തി അസം കി മഹിളായി, മുന്നിൽ ഈ ഘോഷയാത്രയുടെ മുന്നിലായിട്ട് ബിഹു നൃത്യകർത്തി, അങ്ങനെയുണ്ട്, ബിഹു നൃത്തം ചെയ്യുന്ന സ്ത്രീകളെ കാണാം. എവിടെ നിന്നുള്ള ആൾക്കാർ? അസം കി മഹിളായും, ആസാമിൽ നിന്നുള്ള സ്ത്രീകളെ കാണാം. ഗോപു ചോദിക്കുകയാണ്, ബാബാ ഈ ആവാസ് കഹാം സെ ആ രഹി ഹെ? അച്ഛാ ഈ ആവാസ് ഈ ശബ്ദം കഹാം സെ ആ രഹി ഹെ, എവിടെ നിന്നാണ് വരുന്നത്? മനോഹർ ചാച്ച പറയാണ്, യേ ബി ടി വി സെ ആ രഹി ഹെ ഗോപുലാൽ, അതും വരുന്നത് ടി വിയിൽ നിന്നാണ്. എവിടെ നിന്നാണ് വരുന്നത്? ടി വിയിൽ നിന്നാണ് ഈ ശബ്ദം വരുന്നത്. ഗോപു അറിയാ, ജാദു ഹെനാ, ആശ്ചര്യം തന്നെയല്ലേ, ഭയങ്കര മാജിക് തന്നെയല്ലേ. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്തത് ഈ തിരക്കഥയിലെ ആദ്യത്തെ 3 സീനാണ്. അത്രയും ഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കി വെക്കുക. तो सबको स्वास्थ्य संपूर्ण सुरक्षित रहने का बधाई देकर मैं विदाई लेता हूँ और भी मिलेंगे अगले बार अगले क्लास में. शुक्रिया.